ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മതാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തില് ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, കാണുന്നതും എല്ലാം ബ്രഹ്മം തന്നെയാണ്, വേറെ ഒന്നില്ല, രണ്ടാമതൊന്നില്ല, ബ്രഹ്മം മാത്രമാണ്. അതിന് പ്രമാണമായിട്ട് പറഞ്ഞത് മുണ്ടകോപനിഷത്തിലെ 2-ാം അധ്യായത്തിലെ 2-ാം ഭാഗത്തിലുള്ള 12-ാമത്തെ മന്ത്രത്തെ എടുത്തുകൊണ്ട് ബ്രഹ്മൈവേദം വിശ്വമിത്യേവ വാണി ശ്രൗതി ബ്രൂതേർത്ഥനിഷ്ഠ വരിഷ്ഠ തസ്മാദേതത് ബ്രഹ്മമാത്രം ഹി വിശ്വം നാധിഷ്ഠാനാത് ഭിന്നതാരോപിതസ്യ എന്ന് പറഞ്ഞാണ് ശങ്കരാചാര്യസ്വാമികള് അധിഷ്ഠാനം ബ്രഹ്മമാണ്, അത് മാത്രമേ ഉള്ളൂ, ആ അധിഷ്ഠാനം വിട്ട് വേറൊന്നും ഇവിടെ ഇല്ല. അതിന് ശ്രുതി പ്രമാണം, വേദം പ്രമാണം എന്നും പറഞ്ഞാണ് കഴിഞ്ഞ ശ്ലോകം നമ്മൾ പഠിച്ചത്. അപ്പോ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല എന്നുള്ളതാണ് അവിടെ ഉറപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നത്. ഇനി അടുത്ത ശ്ലോകം. സത്യം യദി സ്യാജ്ജഗതേതദാത്മനഃ അനന്തത്വഹാനിർനിഗമാ പ്രമാണത അസത്യവാദിത്വമപീഷിതു സ്യാത് നൈതത്രയം സാധുഹിതം മഹാത്മനാം. സത്യം യദി സ്യാജ്ജഗതേതദാത്മനഃ അനന്തത്വഹാനിർനിഗമാ പ്രമാണത അസത്യവാദിത്വമപീഷിതു സ്യാത് നൈതത്രയം സാധുഹിതം മഹാത്മനാം. സത്യം യദി സ്യാജ്ജഗതേതദാത്മനഃ അനന്തത്വഹാനിർനിഗമാ പ്രമാണത അസത്യവാദിത്വമപീഷിതു സ്യാത് നൈതത്രയം സാധുഹിതം മഹാത്മനാം. ഇതാണ് നമ്മുടെ 70-ാമത്തെ നമ്മൾ നോക്കുന്ന ശ്ലോകം. എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. ഒരിക്കൽ നമ്മൾ ഈ ലോകത്തെ സത്യം എന്ന് കരുതിയാൽ, അതായത് ലോകം നമ്മൾ കാണുന്നു, അനുഭവിക്കുന്നു, ഈ കാണുന്നതൊക്കെ സത്യമാണ്, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ മാത്രം പറ്റില്ല, ഇതെല്ലാം സത്യമാണല്ലോ എന്ന് നമുക്ക് തോന്നിയാൽ, അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ അപ്പൊ എന്താ സംഭവിക്കുക? നമ്മളിപ്പോ എന്ത് പറയും? ഒന്നും സംഭവിക്കില്ല, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്ന പോലെ ജീവിക്കുന്നു പറയും അല്ലേ. എന്താ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല, ലോകം ആണ്ടതേ കണ്ടു, നമ്മൾ ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഗൗരവമായിട്ട് ചിന്തിക്കുമ്പോൾ, ആത്മീയമായിട്ട് ശരിയായിട്ടുള്ള ഞാൻ ആര് എന്ന് അറിയണം എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ, ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമായ ആത്മസാക്ഷാത്കാരം നേടണം എന്ന് ചിന്തിച്ച് ഈ ലോകത്തെ നോക്കിയാൽ അപ്പോഴൊക്കെയാണ് ഈ വക ചോദ്യങ്ങൾ വരുന്നത്. എന്താണ്? ഇത് സത്യമാണോ? ഈ ലോകം സത്യമാണോ? ഉപനിഷത്ത് അല്ല എന്ന് പറയുന്നു, സത്യമാണോ? അപ്പൊ സത്യമെന്ന് കരുതിയാൽ എന്തുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോഴല്ലേ നമുക്കത് സത്യമാണ്, അങ്ങനെ കരുതിയാൽ നമുക്ക് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടാവും. അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള മിഥ്യ എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ സത്യമാണ് എന്ന് വിചാരിച്ചാൽ എന്താണ് അതുകൊണ്ട് പ്രശ്നം എന്നറിയണം. അപ്പൊ അതാണ് ഇവിടെ നോക്കുന്നത്. എന്ത് സംഭവിക്കും? സത്യം എന്ന് കരുതിയാൽ എന്ത് സംഭവിക്കും? ഗുരുനാഥൻ ഈ ലോകത്തെ സത്യമെന്ന് കരുതിയാൽ 3 മുഖ്യമായ ദോഷങ്ങൾ നമുക്കുണ്ടാകും എന്ന് പറയും. 3 ദോഷങ്ങൾ. ഈ ലോകം സത്യമാണ്, നമ്മൾ ഈ കാണുന്നതെല്ലാം സത്യമാണ് എന്ന് നനച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ 3 ദോഷങ്ങൾ ഉണ്ടാകും എന്ന് പറയും. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പല അറിവുകളാലും ഈ ലോകം എന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നാം. പല തത്വവാദികൾ പോലും സത്യം മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് അവർ ശ്രമങ്ങൾ നടത്തി. അങ്ങനെയുള്ളവർ പോലും ഈ ലോകം സത്യം എന്ന്
പറയുന്നുണ്ട്. പല വാദികളും അങ്ങനെ പറയുന്നുണ്ട്, സത്യം സത്യം എന്ന് പറയുന്നുണ്ട്. കാരണം കണ്ട് അനുഭവിക്കുന്ന ഈ ലോകത്തെ ഇല്ലാത്തതാണ്, മിഥ്യയാണ് എന്ന് എങ്ങനെ പറയും എന്നാണ് അവരുടെ വാദം. സത്യം സത്യം എന്ന് പറയുന്നവരുടെ വാദം എന്താണ്? നമ്മളിത് കാണുന്നു, അനുഭവിക്കുന്നു, പിന്നെ എങ്ങനെയാണ് ഇത് അസത്യമാകുന്നത് അല്ലെങ്കിൽ മിഥ്യയാകുന്നത് എന്നാണ് പറയുന്നത്. അവര് വാദിക്കുന്നത് സത്യമാണെന്നാണ്. ഓട്ടെ. പക്ഷേ ആചാര്യസ്വാമി ഇവിടെ പറയുന്നത് നിങ്ങൾ അങ്ങനെ വിചാരിച്ചോളൂ, അതുകൊണ്ട് 3 ദോഷം നിങ്ങൾക്കുണ്ടാകും, അത് മനസ്സിലാക്കിയാൽ മതി എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ടെന്ന് പറയുന്നില്ല, വിചാരിച്ചോളൂ, പക്ഷെ 3 ദോഷം ഉണ്ടാവും. അപ്പൊ ദോഷം നമുക്ക് വേണോ? വേണ്ട. അപ്പൊ നമ്മൾ യഥാർത്ഥ സത്യത്തിലേക്ക് നമ്മൾ പോകും. അപ്പൊ ഈ 3 ദോഷം എന്താണ്? ബ്രഹ്മസത്യം എന്നത്, ബ്രഹ്മസത്യം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ബ്രഹ്മസത്യം എന്നത് എത്രത്തോളം പ്രാധാന്യം അതിനുണ്ടോ അത്ര തന്നെ പ്രാധാന്യവും ജഗത് മിഥ്യ എന്നുള്ളതിനുണ്ട്. ജഗത് മിഥ്യ ബ്രഹ്മസത്യം, അല്ലെങ്കിൽ ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ഇത് രണ്ടും ഒരേപോലെ പഠിക്കേണ്ടതാണ്. ബ്രഹ്മസത്യം എന്നുള്ളതിനെ മനസ്സിലാക്കുന്ന അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെ ജഗത് മിഥ്യ എന്നുള്ളതിനെയും മനസ്സിലാക്കണം. ആചാര്യർ പറയുന്നു, സത്യം യദി സ്യാത് ജഗത് ഏതത് ആത്മനഃ. ആദ്യത്തെ വരി, സത്യം യദി സ്യാത് ജഗത് ഏതത് ആത്മനഃ. ഏതത് എന്ന് പറഞ്ഞാൽ ഈ ജഗത്, ഏതത് ജഗത്, ഈ ലോകം, യദി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, സത്യം സ, അതങ്ങനെ സത്യമാണെങ്കിൽ, അങ്ങനെ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന സമയം സത്യമാണെങ്കിൽ, സത്യമാണ് എന്ന് നമ്മൾ കരുതിയാൽ, ആത്മനഃ ആത്മാവിൽ, അതായത് ഇതെവിടെ ഏറ്റുവെക്കുന്നത്? ഇതെല്ലാം ആത്മാവിലാണ് ഏറ്റുവെച്ചിരിക്കുന്നത്, അല്ലേ? കയറിൽ പാമ്പ് ഏറ്റുവെച്ചിരിക്കുന്ന പോലെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എവിടെ ഏറ്റുവെച്ചിരിക്കുന്നത്? ഇത് ആത്മാവിൽ ഏറ്റുവെച്ചിരിക്കുന്നു. ആത്മാവിൽ ഏറ്റുവെച്ചിരിക്കുന്ന ഈ ലോകം സത്യമാണ് എന്ന് കരുതിയാൽ എന്തുണ്ടാവും? 3 ദോഷങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതാണ് അടുത്ത വരിയിൽ വരുന്നത്. അനന്തത്വഹാനി നിഗമാപ്രമാണത. 2 കാര്യങ്ങൾ. ആദ്യത്തത് നോക്കാം. അനന്തത്വഹാനി, അനന്തത്വഹാനി സംഭവിക്കും എന്ന് പറയുന്നു. ഹാനി എന്ന് പറയാൻ നഷ്ടം. അനന്തത്വം എന്ന ആ ക്വാളിറ്റി ഇല്ലാതെ കണ്ടാകും. ആർക്കാണ് അനന്തത്വമുള്ളത്? സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ. ബ്രഹ്മലക്ഷണമാണ്, സത്യമാണ്, ജ്ഞാനമാണ്, അനന്തമാണ്. സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ ബ്രഹ്മത്തിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. അതിൽ പറയുന്ന അനന്തം എന്ന് പറയുന്ന അനന്തത്വം, അതിന് നഷ്ടമുണ്ടാകും എന്ന് പറയുന്നു. എങ്ങനെ ആവുമ്പോ? ഈ ലോകം, നമ്മൾ കണ്ടനുഭവിക്കുന്ന ഈ ലോകം സത്യമാണ് എന്ന് കരുതിയാൽ ബ്രഹ്മം അനന്തം എന്ന് പറയുന്നത് ശരിയാവില്ല. അപ്പോ അനന്തത്വ ഹാനി വരും. ശാസ്ത്രം പറയുന്നത് എന്താണ് ബ്രഹ്മത്തെക്കുറിച്ച്? നമുക്ക് ശാസ്ത്രമല്ലേ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു. ശാസ്ത്രം പറയുന്നു ബ്രഹ്മം അനന്തമാണ്, സത്യമാണ്, ജ്ഞാനമാണ് എന്ന് പറയുന്നു. ഈ ലോകം സത്യമായാൽ ബ്രഹ്മത്തിന്റെ ഈ അനന്തത്വം നഷ്ടപ്പെടും. അനന്തം എന്നാൽ എന്താണ്? അനന്തം ദേശകാല, അതിനൊക്കെ അതീതമാണ്. ദേശത്തിനതീതം, കാലങ്ങൾക്കതീതം, അതായത് ലിമിറ്റ്ലെസ്, വിത്തൗട്ട് എനി ബൗണ്ടറീസ്. ഒന്നിനും അതിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല, അതിന് ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല, അതിനൊരു പരിധിയില്ല എന്ന് പറയുന്നു. എല്ലാ ഗുണങ്ങൾക്കും അപ്പുറമാണ്, എല്ലാ ദേശകാലങ്ങൾക്കും അപ്പുറമാണ്. അങ്ങനെയുള്ള ആ അനന്തമായ ബ്രഹ്മത്തെ, ലോകമുണ്ട് എന്ന് നമ്മൾ സത്യമാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണത്വഹാനി അവിടെ ഉണ്ടാവും, പൂർണ്ണമായിരിക്കില്ല. അപ്പോ അനന്തത്തെ പൂർണ്ണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് പൂർണ്ണമാണല്ലോ, ബ്രഹ്മം പൂർണ്ണമല്ലേ, അനന്തമല്ലേ, പൂർണ്ണമല്ലേ? ആണ്. അപ്പൊ ബ്രഹ്മം പൂർണ്ണമല്ലെങ്കിൽ എന്താ കുഴപ്പം? പൂർണ്ണത്വഹാനി വരും. ഇങ്ങനെ പറയുമ്പോൾ അനന്തത്വഹാനി വരും, പൂർണ്ണത്വഹാനി വരും. അപ്പൊ പൂർണ്ണമല്ലെങ്കിൽ എന്താ കുഴപ്പം? ഞാൻ പൂർണ്ണനല്ല,
ഞാൻ പൂർണ്ണനല്ല. നേടാൻ പോകുന്ന ബ്രഹ്മം അപൂർണമാണെങ്കിൽ പിന്നെ നേടാൻ പോവുമോ? ഇല്ല. നമ്മൾ എന്തിനാ നേടാൻ പോകുന്നത്? പൂർണ്ണമായതിനെ. ഇപ്പൊ ബ്രഹ്മം അപൂർണമാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് നേടാൻ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മളും അപൂർണം, ബ്രഹ്മം അപൂർണം, പിന്നെ നമുക്ക് എന്നെ പ്രത്യേകിച്ച് നേടേണ്ട കാര്യമല്ലേ? ഒന്നുമില്ല. അപ്പൊ അങ്ങനെ വരാൻ പാടില്ലല്ലോ. നമ്മൾ പൂർണ്ണം എന്ന് പറഞ്ഞാൽ ഇനി അപ്പുറം ഒന്നുമില്ല, അതല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ ആ പൂർണ്ണതയിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് പൂർണ്ണ തന്നെ ആയിരിക്കണം. അവിടെ പൂർണ്ണത്വ ഹാനി വന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പൊ ലക്ഷ്യം എപ്പോഴും പൂർണ്ണമായതിനെ നേടലാണ്. നമ്മുടെ ലക്ഷ്യം പൂർണ്ണമായതിനെ നേടലാണ്. അപ്പൊ ജഗത്തിനെ സത്യം എന്ന് സ്വീകരിക്കുന്നതിനും എവിടെയോ ഉള്ള ഒരു ബ്രഹ്മം അനന്തമായത് നഷ്ടപ്പെടും എന്നതിനും തമ്മിൽ എന്ത് സംബന്ധം? അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ജഗത്തിനെ സത്യം എന്ന് സ്വീകരിക്കുന്നു, എന്നിട്ട് എവിടെയോ ഉള്ളൊരു ബ്രഹ്മം എന്നാണ് പറയുന്നത്. അപ്പോ എവിടെയോ ഉള്ളൊരു ബ്രഹ്മം അനന്തമാണ്, അതിന്റെ അനന്തത നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നതിൽ എങ്ങനെ ഒരു സംബന്ധം പറയാൻ പറ്റുക എന്നാണ് ചോദ്യം. ജഗത് സത്യമായാൽ ബ്രഹ്മത്തിന്റെ അനന്തത നഷ്ടപ്പെടും എന്ന് പറയുന്നു. അപ്പോഴാണ് സംശയം. അതെങ്ങനെയാണ് ഉള്ള സംശയമാണ് വരുന്നത്. അനന്തം എന്ന പദത്തെ നല്ലവണ്ണം മനസ്സിലാക്കിയാൽ ഈ സംശയം മാറും. നമുക്ക് സംശയമൊക്കെ ഉണ്ടാവുന്നത് ലോകത്തെ സത്യമാണെന്ന് വിചാരിച്ചാൽ ഈ ബ്രഹ്മത്തിന്റെ അനന്തത്വം എങ്ങനെ നഷ്ടപ്പെടുക? എവിടെയുള്ളൊരു ബ്രഹ്മത്തിന് എന്താ പ്രശ്നം? അപ്പൊ പറയുന്നു, അനന്തം എന്നുള്ള വാക്കിനെ നല്ല രീതിയിൽ ശരിയായ അർത്ഥത്തിൽ, വേദാന്തം പറയുന്ന അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം. അപ്പോ ഈ സംശയം മാറും എന്ന് പറയും. ലിമിറ്റ്ലെസ്, ബൗണ്ടറീസ് ഇല്ലാത്തത്, ലിമിറ്റ്ലെസ്, അതിരുകൾ ഇല്ലാത്തത്, ഒന്നിനാലും കൺട്രോൾ ചെയ്യപ്പെടാത്തത്, കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത്, സ്വതന്ത്രമായത്, ഒന്നിനെയും ആശ്രയിക്കാത്തത്, ഇതൊക്കെയാണ് അനന്തം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു പുസ്തകം, ഒരു ടേബിള് ഒക്കെ നോക്കുക. ഒരു പുസ്തകം വെച്ചിട്ടുണ്ട് ഒരു ടേബിളിൽ. ആ ടേബിൾ ഒരു ഡയസിൽ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. പുസ്തകം ടേബിളിന്റെ മുകളിലുണ്ട്, പുസ്തകം അവിടെയുണ്ട്, ചെറുതായിട്ടിരിക്കുന്നു. ടേബിൾ അവിടെയുണ്ട്, കുറച്ചുകൂടെ വലുതാണ്. ഡയസ് അവിടെയുണ്ട്, കുറച്ചുകൂടെ വലുതാണ്. പുസ്തകം ടേബിളിൽ ഇരിക്കുന്നു, ടേബിൾ ഡയസിലിരിക്കുന്നു. ഓരോന്നും വലുതായി വലുതായി അങ്ങോട്ട് പോകും. പുസ്തകം ഇരിക്കുന്നു, ടേബിൾ ഇരിക്കുന്നു, ഡയസ് ഇരിക്കുന്നു. പുസ്തകമുണ്ട് എന്ന് പറയുമ്പോ അത് ടേബിൾ ആണോ? അല്ല, അത് പുസ്തകം തന്നെ. പുസ്തകമുണ്ട് എന്ന് പറയുമ്പോൾ അത് പുസ്തകം, അത് ടേബിളോ ഡയസോ അല്ല. ടേബിൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ടേബിൾ തന്നെ, പുസ്തകമോ ഡയസോ അല്ല. ഡയസ് ഉണ്ട് എന്ന് പറയുമ്പോൾ പുസ്തകമോ ടേബിളോ അല്ല. അപ്പോ ഉണ്ട് എന്ന് പറയുന്നത് ഓരോന്നും ഉണ്ട്, ഓരോന്നിനും ഇൻഡിവിജ്വൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു വസ്തുവിനെ ഇത് എന്ന് പറയുമ്പോൾ, ഇത് നമ്മൾ പറയില്ലേ, ഇത് പേന, ഇത് പുസ്തകം, ഇത് ടേബിള്, ഇത് എന്ന് പറയുമല്ലോ. ഇത് എന്ന് പറയുമ്പോ അത് ആ വസ്തു എന്ന് മാത്രമല്ല. ഈ പുസ്തകം, ഈ പുസ്തകം എന്ന് പറയുമ്പോ രണ്ട് കാര്യമുണ്ട് അതിനകത്ത്. ഒന്ന്, ഇത് ഈ പുസ്തകം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒന്ന്. പിന്നെ ഇത് മറ്റ് അനവധി വസ്തുക്കൾ അല്ല എന്നുകൂടെ അതിനർത്ഥം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഭാഗമാണ്. പുസ്തകം ഉണ്ട്, ടേബിൾ ഉണ്ട്, ഡയസ് ഉണ്ട്, എല്ലാത്തിലും നമ്മൾ ഉണ്ട് എന്ന് പറയുന്നു. ഇത് പുസ്തകം, ഇത് ടേബിൾ, ഇത് ഡയസ് എന്ന് പറയുമ്പോൾ ഇത് പുസ്തകം, അതിന്റെ അർത്ഥം ഇത് പുസ്തകമാണ് എന്നും ഇത് ടേബിൾ അല്ല, പേനയല്ല, കസേരയല്ല, മറ്റ് പലതുമല്ല, പുസ്തകം മാത്രമാണ്. ഇത് പുസ്തകം ആണ് എന്ന് പറയുമ്പോൾ മറ്റു പലതും അല്ല. ഗ്ലാസ് അല്ല, മരങ്ങളല്ല,
അങ്ങനെ ഒന്നും വേറെ ഒന്നുമല്ല, വേറെ നമ്മുടെ ഈ പുസ്തകം ഒഴികെ കാണുന്ന വസ്തുക്കളൊന്നുമല്ല എന്നൊരു കാര്യം കൂടെ അതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട്. ഇതൊക്കെ വേദാന്തത്തിനകത്ത് പോകുമ്പോഴേ ഇങ്ങനെയുള്ള സംസാരമൊക്കെ വരുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും കേൾക്കില്ല, പറയൂല, മനസ്സിലാകത്തില്ല. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ പുസ്തകമുണ്ട് എന്ന് പറയുമ്പോൾ മറ്റ് പുസ്തകമുണ്ട് എന്ന് മാത്രമല്ല, മറ്റ് അനവധി വസ്തുക്കൾ അല്ല അത്. ആ പുസ്തകം മറ്റനവധി വസ്തുക്കളല്ല എന്നു കൂടി അർത്ഥമുണ്ടല്ലോ. കുറച്ചുകൂടെ മനസ്സിലാകാൻ എളുപ്പം, നമ്മള് എൻ്റെ വീട്, നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇതാണ് എൻ്റെ വീട് എന്ന് പറയും. അപ്പോ അപ്പുറത്തിപ്പുറത്തുള്ള വീട്, അതിന്റെ അർത്ഥം എന്താ? അതെന്റെ അല്ല എന്നല്ലേ അർത്ഥം. നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് നിന്ന് നമ്മൾ ഇതെന്റെ വീട് എന്ന് പറയുമ്പോ അതിന്റെ അപ്പുറത്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ കാണുന്നത് എൻ്റെ അല്ല എന്നൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ. എൻ്റെ വീട് ഇതാണ്. അപ്പൊ തൊട്ടപ്പുറത്തുള്ളതും അതിനിപ്പുറത്തുള്ളതും ഒക്കെ എൻ്റെ അല്ല എന്നും കൂടി അർത്ഥമുണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എൻ്റെ വീട് ഇത് എന്ന് പറയുമ്പോൾ മറ്റേത് അതിനകത്ത് ഉണ്ട്, ആ ഒരു ധ്വനി അതിനകത്തുണ്ട്, അപ്പുറത്തുള്ളതൊന്നും എൻ്റെ അല്ല എന്ന്. അപ്പോ എൻ്റേത് ഇതാണെന്നും മറ്റുള്ളത് എൻ്റേതല്ലെന്നുമുള്ള കാര്യം ആ പറച്ചിലിൽ ഉണ്ട്. ഇനി ജഗത് സത്യം എന്ന് വിചാരിക്കുക. ജഗത് സത്യം എന്ന് വിചാരിക്കുക. ബ്രഹ്മം എന്ന ഒരു വസ്തുവും ഉണ്ട് എന്ന് വിചാരിക്കുക. ബ്രഹ്മം എന്നൊരു വസ്തുവും ഉണ്ട് എന്ന് വിചാരിക്കുക. ജഗത് സത്യം എന്ന് വിചാരിക്കുക. ബ്രഹ്മം എന്ന ഒരു വസ്തുവും ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇതെന്റെ വീട് അല്ലെങ്കിൽ പുസ്തകമുണ്ട് എന്ന് പറയുമ്പോൾ മറ്റൊന്നും ഇതല്ല എന്ന് നമ്മൾ അതിനകത്ത് വ്യംഗമായിട്ടുള്ള അർത്ഥമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ജഗത് സത്യം എന്ന് വിചാരിക്കുമ്പോൾ, ബ്രഹ്മം എന്നൊരു വസ്തുവും വേറെ ഉണ്ട് എന്ന് വിചാരിക്കുമ്പോൾ, ജഗത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മമല്ല എന്ന ധ്വനിയും കൂടെ എവിടെ വരില്ലേ? വീണ്ടും ചിന്തിക്കണേ, നന്നായിട്ട് ചിന്തിക്കണം. പുസ്തകം ഉണ്ട്. അപ്പോ ഈ പുസ്തകം എന്ന് പറയുന്നതാണ് ഉള്ളത്. ഗ്ലാസ്, ടേബിള്, മരങ്ങള്, പർവ്വതങ്ങള്, നദികള്, ഇതൊന്നും അതല്ല. ഇത് പുസ്തകമാണ്. മറ്റേതൊന്നുമില്ല. അതൊന്നും ഇതല്ല. ഒരു വീടിന്റെ മുമ്പിൽ വന്നിട്ട് എൻ്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് ഇതെന്റെ വീട് എന്ന് പറയുമ്പോൾ മറ്റേതൊന്നും എൻ്റേത് അല്ല. ഇതെന്റെ, ഇതുണ്ട്, മറ്റേതൊന്നും ഇല്ല, എനിക്കില്ല. അതുപോലെ ജഗത് ഉണ്ട് എന്ന് പറയുമ്പോൾ ബ്രഹ്മം എന്നൊരു വസ്തു ഇല്ല എന്നൊരർത്ഥം കൂടെ അതിനകത്തൂടെ വരും. ബ്രഹ്മമില്ല, ഇത് ബ്രഹ്മമല്ല എന്ന് വരും. ഇത് ജഗത്താണ്, ബ്രഹ്മം വേറെയുണ്ട്, പക്ഷെ ഇത് ജഗത്താണ്, ഇത് ബ്രഹ്മമല്ല എന്ന് വരും. ഇത് എൻ്റെ വീടാണ്, മറ്റേ വീടുണ്ട് അവിടെ, അത് എൻ്റെ വീടല്ല എന്ന് പറഞ്ഞ പോലെ ജഗത്തുണ്ട്, ബ്രഹ്മം അപ്പുറമുണ്ട്, ഇത് ബ്രഹ്മമല്ല, ഇത് ജഗത്താണ് എന്ന് വരും. അങ്ങനെ ചിന്തിച്ചാൽ ഇപ്പൊ ബ്രഹ്മം വേറെ ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ ബ്രഹ്മമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴോ അപ്പൊ അത് ലോകവും അല്ല. നേരെ തിരിച്ച് ഉൾട്ടാടിക്കുക. അവിടെ ലോകമുണ്ട് എന്ന് പറയുമ്പോ അത് ബ്രഹ്മമല്ല എന്ന് നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ. ഇനി ബ്രഹ്മമുണ്ട് എന്ന് പറയുമ്പോ എന്താ പറയുക അടുത്തത്? ലോകം ഇല്ല. അപ്പൊ അത് ലോകവും അല്ല. ബ്രഹ്മമുണ്ട് എന്ന് പറയുമ്പോ ആ ബ്രഹ്മം ലോകവും അല്ല. രണ്ടും വേറെ വേറെയാണപ്പോ. അതായത് വേറെ ഒരു വസ്തു ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ബ്രഹ്മത്തിന്റെ അനന്തത്വം നഷ്ടപ്പെടും. രണ്ടാമതൊന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ബ്രഹ്മത്തിന്റെ അനന്തത്വം നഷ്ടപ്പെടും. അതാണല്ലോ നേരത്തെ പറഞ്ഞേ, ടേബിൾ ഉണ്ട്, പുസ്തകമുണ്ട്. പുസ്തകമുണ്ട് എന്ന് പറയുമ്പോൾ അത് പുസ്തകമാണ്, ടേബിൾ അല്ല.
ടേബിൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ടേബിൾ ആണ്, പുസ്തകമല്ല. ഇത് രണ്ടുണ്ടല്ലോ. അതേപോലെ ഇവിടെ രണ്ടുണ്ട് എന്ന് വന്നാൽ അനന്തത്വമില്ലല്ലോ. ജഗത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മമല്ല. ബ്രഹ്മമുണ്ട് എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് ജഗത്ത് സത്യമാണെങ്കിൽ അതും ഇല്ല എന്ന് വരും. അപ്പൊ രണ്ടായിട്ട് അങ്ങനെ വരുമ്പോ അനന്തത്വം അവിടെ ഇല്ലല്ലോ, പൂർണ്ണത ഇല്ലല്ലോ. അപ്പോ ലോകം സത്യമെന്നാൽ ലോകത്തിൽ ബ്രഹ്മമില്ല എന്നായി പോകും. അതായത് ആ കാലത്തില് ബ്രഹ്മമൊന്നുമില്ല, അന്ന് ലോകം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉള്ള ചിന്തകളിലേക്ക് പോകും. ഇവിടെ ഇങ്ങനെ പറയുമ്പോ ഈ വ്യാപിത്വം, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു ബ്രഹ്മം എന്നുള്ള വ്യാപിത്വം ഇവിടെ നഷ്ടപ്പെടും. ആ വ്യാപകത്വം എന്ന് പറയും, വ്യാപകത്വം നഷ്ടപ്പെടും. ബ്രഹ്മത്തിന്റെ വ്യാപകത്വം, എല്ലാത്തിലും പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വ്യാപകത്വം ഇവിടെ ഇല്ലാണ്ടാവും. എങ്ങനെ പറഞ്ഞാൽ, ലോകം സത്യം എന്ന് പറഞ്ഞ് ബ്രഹ്മം വേറൊന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അതിനാൽ ശാസ്ത്രം പറയും രണ്ട് ഉണ്ടെങ്കിൽ ഒന്നിനെ കൊണ്ട് മറ്റേത് സ്വാധീനിക്കപ്പെടും. രണ്ട് ഉണ്ട് എന്ന് വരികിൽ ഒന്നിനെ കൊണ്ട് മറ്റേത് സ്വാധീനിക്കപ്പെടും. അതായത് ലിമിറ്റ്ലെസ് ആവില്ല, പരിധികൾ ഇല്ലാത്തതാകില്ല. പരിധി ഉണ്ടല്ലോ, വേറൊന്നും ഉണ്ടല്ലോ, അതുകൊണ്ട് പരിധി ഇല്ലാത്തതാകില്ല രണ്ടുണ്ട് എന്ന് വന്നാൽ. ബ്രഹ്മവുമുണ്ട് ലോകവുമുണ്ട് എന്ന് വന്നാൽ രണ്ടായി. അപ്പൊ രണ്ട് വന്നു കഴിഞ്ഞാൽ ബ്രഹ്മത്തിന്റെ പൂർണ്ണതയില്ലല്ലോ. അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴല്ലേ പൂർണ്ണത വരുള്ളൂ. അപ്പൊ ലിമിറ്റ്ലെസ് ആയി പറ്റില്ല, ബൗണ്ടറി ഇല്ലാത്തതാകില്ല. രണ്ടുണ്ടായാൽ, രണ്ടെണ്ണം ഉണ്ട് എന്ന് വന്നാൽ അത് ഇതല്ല, ഇത് അതുമല്ല, രണ്ടും രണ്ടായിട്ട് തന്നെ വരും. അപ്പൊ ലിമിറ്റ്ലെസ് അല്ല. രണ്ടുമില്ല, ഒന്നേ ഉള്ളൂ എന്ന് വന്നാലല്ലേ ലിമിറ്റ്ലെസ് ആവുള്ളൂ. ജഗത് സത്യം എന്ന് നമ്മൾ പറഞ്ഞാൽ അവിടെ രണ്ട് ഉണ്ടാകും, ബ്രഹ്മം ഒന്നുണ്ടാകും, ജഗത്തൊന്നുണ്ടാകും. അങ്ങനെ വന്നാൽ അനന്തത്വം ഉണ്ടാവില്ല. അതാണ് അനന്തത്വഹാനി എന്ന് പറഞ്ഞത്. നമുക്ക് മനുഷ്യർക്ക് പല ശക്തികളും കഴിവുകളും ഉണ്ട്. മനുഷ്യന് പല ശക്തിയും പല കഴിവുകളും ഉണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്, ചാടാൻ പറ്റുന്നുണ്ട്, ഒരുപാട് കഴിവുകൾ, പാടാൻ പറ്റുന്നുണ്ട്, എന്തെല്ലാമോ കഴിവുകളുണ്ട്. അത് നമ്മുടെ മാത്രം ശക്തിയാണെന്ന് വിചാരിക്കുക, നമ്മുടെ ശക്തിയാണെന്ന് വിചാരിക്കുക. ഈശ്വരന്റെ ശക്തിയല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഓരോ വ്യക്തിക്കും ഓരോ കഴിവുകളും ശക്തികളും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ശക്തി ഉണ്ടെന്ന് വിചാരിക്കുക. ഒറ്റയ്ക്ക് ശക്തികളുണ്ട്, കഴിവുകളുണ്ട്. അപ്പോ ഈ എല്ലാവരുടെയും ശക്തി കൂടിയാൽ ഈശ്വരനൊരു ശക്തിയുണ്ട് അപ്പുറം. ഇവിടെ ഓരോരുത്തർക്കും ഓരോ ശക്തിയുണ്ട് എന്ന് വിചാരിക്കുക. ഈശ്വരനൊരു ശക്തി അപ്പുറം, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശക്തി. നമ്മൾ രണ്ടും വേറെ വേറെ ആയിട്ടാണ് കണക്കാക്കുന്നത്. ബ്രഹ്മം വേറെ, നമ്മൾ വേറെ എന്ന് കണക്കാക്കുന്നു. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ശക്തി കൂട്ടിയാൽ ഈശ്വരനേക്കാൾ വലിയ ശക്തിയാവില്ലേ? നമുക്കൊരു ശക്തിയുണ്ട്, ഈശ്വരൻ വേറെയുണ്ട്, ഈശ്വരൻ ഒരു ശക്തിയുണ്ട്. നമ്മൾ കോടാനുകൂടി ആൾക്കാരുണ്ട്, ഈശ്വരൻ അവിടെ ഒന്നേ ഉള്ളൂ. എങ്ങനെ? ഈ രണ്ട് എന്ന് ചിന്തിക്കുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്, അദ്വൈതമല്ല. ദ്വൈതത്തിൽ കൂടി ചിന്തിക്കുമ്പോഴത്താണ് ആചാര്യസ്വാമിയുടെ ക്ലിയർ ആക്കുന്നത്. ദ്വൈതം വന്നാലുള്ള അപകടങ്ങളായി പറയുന്നത്. ജഗത്തുണ്ട് എന്നാൽ ദ്വൈതമായി അതിന്റെ അപകടം. അപ്പോ നമുക്ക് ഓരോരുത്തർക്കും ശക്തിയുണ്ട്. എല്ലാവരുടെ ശക്തിയും കൂടിയാൽ അപ്പുറത്തുള്ള ഈശ്വരന്റെ ശക്തിയെക്കാളിലും വലുതാവില്ലേ? അപ്പോ നമ്മളെപ്പോലെ ഒരു ശക്തിയുള്ള ഒരാളായിട്ടാണോ ഈശ്വരനെ കണക്കാക്കട്ടെ? അല്ല. കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണനാണ്. അതാണല്ലോ വേദം പറയുന്നത്, ഉപനിഷത്ത് പറയുന്നത്, ശാസ്ത്രം പറയുന്നത്, ശ്രുതി പറയുന്നത്. ഈശ്വരൻ പൂർണ്ണനാണ്.
എല്ലാ ശക്തികളുടെയും സ്രോതസ്സാണ്. അപ്പൊ ഇവിടെ വേറൊരു ശക്തി ഉണ്ടോ? ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ പൂർണ്ണത്വം പോകും. വേറൊരു ശക്തി ഉണ്ടെന്ന് പറയാം. അപ്പൊ വേറൊരു ശക്തി ഇല്ല. ഈ ശക്തി ഏതാണ്? ഈശ്വരന്റെ ശക്തി തന്നെയാണ്. നമ്മുടെ ശക്തി വേറെയല്ല. വളരെ എളുപ്പം ഇത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ജഗത്ത് വേറെ ഇല്ല എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും സൂപ്പറായിട്ട് മനസ്സിലാവുന്ന ഒരു ഭാഗമാണിത്. നമുക്ക് വേറെ ശക്തിയില്ല. ഈശ്വരന്റെ ശക്തി തന്നെയാണ് നമ്മളിലുള്ള ശക്തി. അല്ലെങ്കിൽ ഈശ്വരന്റെ ശക്തി വരണം, നമ്മുടെ ശക്തിയെല്ലാം വേറെ പറയുകയാണെങ്കിൽ നമ്മൾ കോടാനുകൂടി ആൾക്കാരുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ശക്തി കൂടിയാൽ ഈശ്വരനെക്കാളും വലിയ ശക്തിയാവില്ലേ? അങ്ങനെയല്ലല്ലോ. അപ്പൊ മനസ്സിലാക്കണം, ഈശ്വരൻ എന്ന് പറയുന്നത് പൂർണ്ണമാണ്. ആ ശക്തി സ്വരൂപനാണ്. എല്ലാ ശക്തിയും അടങ്ങിയിരിക്കുന്ന അവിടുന്നാണ് നമുക്ക് തിരിച്ച ശക്തി കിട്ടുന്നത്. ആ പ്രഭാവം കൊണ്ട്, ആ ബ്രഹ്മൻ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട്, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എല്ലാത്തിനും ബ്രഹ്മം ശക്തി കൊടുക്കുന്നു. അപ്പൊ ബ്രഹ്മം പൂർണ്ണമാണ്. നമ്മളെല്ലാം അപൂർണരാണ്. നമ്മൾ പൂർണ്ണമാകാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുമ്പോ എന്താവണം? ഈ ചിന്ത മാറണം. ഏത്? ഞാൻ വേറെ എന്നുള്ള ചിന്ത മാറിയാൽ പൂർണ്ണനായി. ഞാൻ വേറെ എന്ന് പറഞ്ഞാൽ രണ്ടായി. ഈശ്വരൻ വേറെ, ഞാൻ വേറെ, രണ്ടായി. ബ്രഹ്മം വേറെ, ജഗത്ത് വേറെ, രണ്ടായി. ജഗത്തിലാണല്ലോ നമ്മൾ. അപ്പൊ ആ ദ്വൈതത്തെ മാറ്റുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ശക്തി കൂടിയാൽ ഈശ്വരനേക്കാൾ വലിയ ശക്തി ആകില്ലേ? അതില്ല. കാരണം ഈശ്വരൻ പൂർണ്ണനാണ്. അപ്പൊ നമ്മൾ വേറെയാണോ? വേറെയല്ല. വേറെയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. നമ്മുടെ ശക്തി വേറെയായാൽ ഭഗവാൻ പൂർണ്ണനാകില്ല. അപ്പൊ നമ്മുടെ ശക്തി ഭഗവാന്റെ അടുത്ത്, നമ്മുടെ ശക്തി എല്ലാവരുടെയും ശക്തി കൂടിയതാണ് ഭഗവാന്റെ അടുത്തല്ല. ഭഗവാന്റെ ശക്തി എല്ലായിടത്തും ഉണ്ട്. അപ്പോ വ്യാപിത്വം, അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നു ഭഗവാന്റെ ശക്തി, ബ്രഹ്മത്തിന്റെ ശക്തി. വേറെ ഒന്നുണ്ടെങ്കിൽ ആ വ്യാപിത്വം ശരിയാവത്തില്ല. വേറൊരു ശക്തി അവിടെ സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പറ്റുമോ? പറ്റില്ല. അപ്പൊ വ്യാപിത്വമല്ല. ബ്രഹ്മത്തിന്റെ ശക്തി എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഇതും, ഇത് തന്നെയാണ് അതും. അല്ലാതെ നമ്മൾ വേറൊരു ശക്തിയുള്ള ഒരാള് എന്ന് പറഞ്ഞാൽ വ്യാപിത്വം നഷ്ടപ്പെടും. അപ്പൊ അത് നമ്മളിലേക്ക് വന്നിട്ടില്ല. നമ്മുടെ ശക്തി വേറെയാണ്. അങ്ങനെ ചിന്തിച്ചാൽ പൂർണ്ണത്വം നഷ്ടപ്പെടും, അനന്തത്വഹാനി വരും ബ്രഹ്മത്തിന്. അപ്പൊ ജഗത് മിഥ്യയായാലേ ബ്രഹ്മം അനന്തമാകുള്ളൂ. ഇത്രയും പറഞ്ഞതാണ്. ബ്രഹ്മം അനന്തമാകണമെങ്കിൽ ജഗത് മിഥ്യയായിരിക്കണം, അല്ലാതെ പറ്റില്ല. രണ്ടുണ്ടായാൽ അനന്തത്വം, സത്യം ജ്ഞാനം അനന്തം എന്ന ആ വാക്യം സത്യമാകില്ല. ബ്രഹ്മമല്ലാതെ വേറെ ഒന്ന് സത്യമായിട്ടും ഉണ്ടാകാൻ പാടില്ല തന്നെ. ബ്രഹ്മം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. വേറൊന്നുണ്ടായാൽ ആ അനന്തത്വം, പൂർണ്ണത്വഹാനി അവിടെ വരും. വ്യാപിത്വം നഷ്ടപ്പെടും. പൂർണ്ണമായതിനെ എല്ലാ സ്ഥലത്തും വ്യാപിച്ച് നിറഞ്ഞു നിൽക്കാൻ പറ്റുള്ളൂ. അപൂർണമായതിന്, അപൂർണം എന്ന് പറഞ്ഞാൽ വേറൊന്ന് വന്നാൽ അപൂർണമായി. അപ്പൊ വേറൊന്ന് വന്നാൽ ആ വ്യാപിത്വം നഷ്ടപ്പെടും. അതുകൊണ്ട് വേറൊന്ന് ഇവിടെ ഇല്ല. നമ്മുടെ തെറ്റായ അറിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അത് നേരത്തെ അതിന് പറഞ്ഞു, ഉറക്കത്തില് സ്വപ്നം കണ്ട ഒരാൾ ജൽപ്പനം നടത്തുന്ന പോലെയാണ് ഇതെല്ലാം സത്യമാണ് എന്ന് പറയുന്നത്. ഈ ലോകം സത്യമാണ്, ഞാൻ ഈ കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ സ്വപ്നത്തിലും താങ്കൾ കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ, സങ്കടം അനുഭവിക്കുന്നുണ്ടല്ലോ, ചിരിക്കുന്നുണ്ടല്ലോ, ഓടുന്നുണ്ടല്ലോ, നടക്കുന്നുണ്ടല്ലോ, ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, ഒന്നും സത്യമല്ലല്ലോ. അതുപോലെ അപ്പൊ ഉറക്കത്തിൽ ബഹളം ഉണ്ടാക്കും, ശബ്ദം ഉണ്ടാക്കും, അതും ചെയ്യും. അപ്പൊ ഉറക്കത്തിൽ ഒരാൾ ജൽപ്പനം നടത്തുന്ന പോലെ മാത്രമാണ് ജഗത് സത്യം, ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ, ഞാനിത് കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ, അനുഭവത്തിലുണ്ടല്ലോ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കണമെന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേ ചിന്തയോടുകൂടി ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോ ബ്രഹ്മമല്ലാതെ വേറൊന്നും ഇല്ല. ഉണ്ടായാൽ, ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാൽ, അല്ലെ, നമ്മുടെ വിചാരമാണല്ലോ ഇതൊക്കെ. അപ്പോ നമ്മൾ ബ്രഹ്മമല്ലാതെ വേറെ ഒന്നുണ്ട്, അതായത് ഈ ജഗത്തുണ്ട്, ഇത് വേറെയാണ്, ഇത് നമ്മൾ അനുഭവിക്കുന്നത്, കാണുന്നു, ബ്രഹ്മം വേറെ, ഈശ്വരൻ വേറെ, ജഗത്ത് വേറെ എന്ന് ചിന്തിച്ചാൽ ഈശ്വരന്റെ, ബ്രഹ്മത്തിന്റെ സർവവ്യാപിത്വം നഷ്ടപ്പെടും, ബ്രഹ്മത്തിന്റെ അനന്തത്വവും നഷ്ടപ്പെടും. അതുകൊണ്ട് ബ്രഹ്മം പൂർണ്ണമായതിനാൽ ഒരേ ഒരു സത്യമേ ഉള്ളൂ ഇവിടെ,
അദ്വൈതം, ഇൻഫിനിറ്റ്. അപ്പോ ഇവിടെ ശങ്കരാചാര്യ ആദ്യം പറഞ്ഞ ദോഷം ബ്രഹ്മണ, ബ്രഹ്മത്തിന്റെ അനന്തത്വഹാനി. ജഗത് സത്യം എന്ന് വിചാരിച്ചാൽ എന്തൊക്കെ കുഴപ്പമെന്നാണ് പറഞ്ഞു തുടങ്ങിയത് നമ്മൾ ഈ ശ്ലോകത്തില്. ജഗത് സത്യം എന്ന് വിചാരിച്ചാൽ 3 തരം ദോഷങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ദോഷമാണ് ഇവിടെ പറഞ്ഞത്, ബ്രഹ്മണ അനന്തത്വഹാനി. ബ്രഹ്മം ലിമിറ്റ്ലെസ്, ഇൻഫിനിറ്റ് എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലായി എന്നാൽ ഉപനിഷത്തില് നല്ല ക്ലിയർ ആയിട്ട് സത്യജ്ഞാനമനന്തം എന്ന് പറഞ്ഞ തൈത്തിരീയ ഉപനിഷത്തില് ഇല്ലേ, സത്യജ്ഞാനമനന്തം ബ്രഹ്മ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പല ഉപനിഷത്തിലും ഉണ്ടത്. അപ്പോ ഉപനിഷത്ത് അഥവാ വേദം അല്ലെങ്കിൽ വേദാന്തം പറഞ്ഞു തരുന്നു, ബ്രഹ്മം അനന്തമാണ്, ഇൻഫിനിറ്റ് ആണ്, ഇതിനപ്പുറം വേറൊന്നില്ല, അതൊന്നിനെയും ആശ്രയിക്കുന്നില്ല, അത് സ്വതന്ത്രമായി നിലനിൽക്കുന്നു, അതല്ലാതെ ഇവിടെ വേറെ ഒന്നും ഇല്ല. വേറെ ഉണ്ട് എന്ന് വിചാരിച്ചാൽ ബ്രഹ്മത്തിന്റെ ആ പൂർണ്ണത, പരിപൂർണൻ എന്നുള്ള ആ സ്റ്റാറ്റസ് നഷ്ടപ്പെടും. അതുകൊണ്ട് ജഗത് മിഥ്യ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം എന്ന് ഇവിടെ ആദ്യത്തെ കാര്യം പറഞ്ഞു, അനന്തത്വഹാനി. ഇനി ഈ 2 കാര്യങ്ങളും കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ്. വളരെ അധികം ആലോചിച്ച് അനന്തത്വഹാനി ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ എല്ലാം ഈശ്വരൻ മാത്രമാണുള്ളത് എന്ന് മനസ്സിൽ ഉറപ്പിക്കണം. അങ്ങനെ വന്ന് കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യം വരും, എല്ലാം ഭഗവാനാണല്ലോ. അപ്പൊ നമുക്ക് വളരെ നമ്മുടെ മനസ്സ് വളരെ ശാന്തമാണ്, ഒന്നിനെ കുറിച്ചും വേവലാതിപ്പെടില്ല. ഇവിടെ ഈശ്വരനല്ലാതെ ഒന്നുമില്ല എന്നൊരു സംഗതി വരുമ്പോൾ പിന്നെ മനസ്സിന് വേറെന്താ വേണ്ടേ? അപ്പൊ ആരോടും വൈരാഗ്യം ഉണ്ടാവില്ല. ഭഗവാൻ പറഞ്ഞ ലവ് ആൾ സർവ് ആൾ, അതുണ്ടാവണമെങ്കിൽ ഇങ്ങനെ ഈ 2 എന്നുള്ള ചിന്ത, അദ്വൈതം വരണം. ദ്വൈതം മാറിയിട്ട് അദ്വൈതമായാലേ ലവ് ആൾ സർവ് ആൾ നടക്കുള്ളൂ. അല്ലെങ്കിൽ ലവ് ആൾ പറ്റില്ല, കുറച്ചുപേരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. സർവ് ആൾ, എല്ലാവരെയും സെർവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ളവരോട് അങ്ങനെ ഒരു തരംതിരിച്ചേ നമ്മൾ സെർവ് ചെയ്തു, തരംതിരിച്ചേ നമ്മൾ ലവ് ചെയ്തു. എല്ലാം ഈശ്വരനാണെന്ന് അറിഞ്ഞാൽ മാത്രമേ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുള്ളൂ, എല്ലാവരെയും സഹായിക്കാനും നമുക്ക് പറ്റുള്ളൂ. അപ്പോ അതിന് ഭഗവാനെല്ലാം വളരെ ഈ വേദവാക്യങ്ങൾ മുഴുവൻ ചെറിയ ചെറിയ വാക്കുകളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ലവ് ആൾ സർവ് ആൾ, ഇതിലും വലിയൊരു വേദം ഇല്ല. സകല വേദത്തിന്റെ സാരം അടങ്ങിയതാണത്. അതിനപ്പുറം ഒരു വേദവാണി ഇല്ല. ഭഗവാൻ പറയുന്നതെല്ലാം വേദം തന്നെയാണല്ലോ. ഇത് നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് ഋഷിമാര് ദർശിച്ച് എടുത്തതാണ് ഈ വേദം. നമുക്കെന്താ സൗകര്യം കിട്ടിയ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചത് കൊണ്ട് ഭഗവാന്റെ വാണി നേരിട്ട് ശ്രീകൃഷ്ണനിൽ നിന്ന് എങ്ങനെയാണോ ഭഗവത്ഗീത നേരിട്ട് കേട്ടത്, അത് വേദമല്ലേ? അതുപോലെ ഈ സായി അവതാരത്തിൽ നിന്ന് നമ്മൾ നേരിട്ട് ഭഗവാന്റെ ഭാഷണങ്ങളിൽ കൂടി നമുക്ക് നേരിട്ട് കിട്ടിയതാണ് ഇതെല്ലാം. അപ്പൊ ഇത് വേദമല്ലേ? ഏറ്റവും നമുക്ക് അടുത്തുള്ള വേദം ഏതാണ്? നമ്മുടെ ഈ കാലഘട്ടത്തിൽ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വന്ന വേദമല്ലേ? അത് വലിയൊരു അറിവാണത്. അത് അതിനെ വേദമായിട്ട് തന്നെ എടുക്കണം. വേറെ വേദത്തെ തപ്പി പോണ്ട. ഇത് തന്നെ വേദം. ഭഗവാൻ പറയുന്നതെല്ലാം വേദം തന്നെ. നമ്മൾ എല്ലാവരും ഈശ്വരനായിട്ട് കാണുന്ന ആ ഭഗവാൻ പറയുന്നതെല്ലാം വേദം. അതിനെ മനസ്സിലാക്കണം. ഓരോന്ന് ഇപ്പൊ നമ്മളിപ്പോ തിരിച്ചാ ചെയ്യുന്നത്. ഇവിടുന്ന് ഈ പുരാണങ്ങളും കാര്യങ്ങളും വായിച്ച് നേരെ ഭഗവാൻ പറഞ്ഞ വേദത്തിലേക്ക് പോകും. ഭഗവാൻ പറഞ്ഞ വേദത്തെ വേദമായിട്ട് കണ്ട വളരെ എളുപ്പമുണ്ട് മുന്നോട്ട് പോകാൻ. സായിറാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരിലും ഭഗവാന്റെ അനുഗ്രഹം ധാരാളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.